ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്കൊക്കെ വളരെ പരിചയം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഫുഡ് ബ്ലോഗർ മൃണാളിന്റെ ഹംഗ്രി മൃണാൾ എടപ്പള്ളി ഔട്ട്ലെറ്റിലാണ് കേട്ടോ. ഇതൊരു സാധാ ഫുഡ് റിവ്യൂ അല്ല. ഇവിടുത്തെ ഫുഡ് നമുക്ക് പുറത്ത് കിട്ടുന്ന ഫുഡിന്റെ പ്രൈസ്, ക്വാണ്ടിറ്റി ആൻഡ് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ്. ഈ വീഡിയോയിൽ ഇവിടുത്തെ മീൽസ് ആൻഡ് ബിരിയാണി നമ്മുടെ എറണാകുളത്ത് തന്നെ കിട്ടുന്ന രണ്ട് സ്പോട്ടായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ആക്ച്വലി ഞാൻ ഇവിടെ നിന്ന് ഈ ഫുഡ് ഓർഡർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ തന്നെ മറ്റൊരു ഫേമസ് വെജ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഒരു ഫുൾ മീൽസ് വാങ്ങി കഴിച്ചിരുന്നു കേട്ടോ. അതേ ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങാനാണ് ഞങ്ങളുടെ പ്ലാൻ. ആ ഫുഡിന്റെ ഡീറ്റെയിൽസ്, പ്രൈസ്, ടേസ്റ്റ് ഒക്കെ പിന്നാലെ പറയാമേ. ഞാനിപ്പോൾ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒരു ചോറ്, സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, കൂട്ടുകറി, അച്ചാറ്, രസം, മോര്, പായസം, പപ്പടം, ഇത്ര ഐറ്റംസ് ആണ്. ബേസിക്കലി പറഞ്ഞ ഒരു വെജ് ഫുൾ മീൽസ് ഉണ്ട് കേട്ടോ. ചോറും ബാക്കി 9 ഐറ്റംസും അടങ്ങിയ ഈ മീൽസിന് എനിക്ക് വന്ന ബില്ല് എന്ന് പറയുന്നത് 167 രൂപയാണ്. അതിൽ ചോറ്, സാമ്പാർ, അവിയൽ, പുളിശ്ശേരി, പായസം എന്നിവയ്ക്ക് 20 രൂപ വീതവും, കൂട്ടുകറിക്ക് 25 രൂപയും, പപ്പടത്തിന് 7 രൂപയും, അച്ചാറിന് 5 രൂപയും, മോരിന് 9 രൂപയും, രസത്തിന് 13, പിന്നെ ഇതിനെല്ലാം 5% GST കൂട്ടിയിട്ട് 167 രൂപയാണ് ടോട്ടൽ ആയത്. എൻ്റെ ഒരു ഡെയിലി ബേസിക് ഊണെന്ന് പറയുമ്പോൾ ചോറും അച്ചാറും, ഒഴിച്ചു കൂട്ടാൻ ഒരു കറി, പിന്നെ ഒരു തോരൻ അല്ലെങ്കിൽ കൂട്ടുകറി പോലെ എന്തെങ്കിലും, ഒരു പപ്പടം. ഇത്ര ഐറ്റംസിന് മാത്രം ഈ സാധാരണക്കാരന്റെ AC ഹോട്ടലിൽ വില 72 രൂപയാവും. ആക്ച്വലി ഒരു സാധാരണക്കാരന് 60 രൂപയ്ക്ക് 2 സൈഡ് കറിയും ഒന്നിലധികം ഒഴിച്ചു കറിയും ചോറും അൺലിമിറ്റഡ് ആയിട്ട് പുറത്തു കിട്ടാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, ഇവിടുത്തെ ഫുഡ് കൂട്ടുകറി ഒഴികെ എല്ലാം തന്നെ ടേസ്റ്റ് വൈസ് ഇഷ്ടപ്പെട്ടു. പക്ഷേ പുളിശ്ശേരി ആൻഡ് മോരിൽ പുളി ഇല്ലാത്തതായിരുന്നു കേട്ടോ. കുറച്ചും കൂടി പുളി ഉള്ളതായിരുന്നു എനിക്ക് പേഴ്സണലി ഇഷ്ടം. ക്വാണ്ടിറ്റി വൈസ് സാമ്പാർ ആൻഡ് പുളിശ്ശേരി കുറവല്ലേ എന്നൊരു സംശയമുണ്ട്. കാരണം ഇതൊരു സാധാരണക്കാരന്റെ റെസ്റ്റോറന്റ് ആണെന്നാണല്ലോ മൃണാൾ ചേട്ടൻ പറയണത്. അതായത് ഒരു ചോറും 1-2 കറിയും ഒക്കെ വാങ്ങി കഴിക്കാനുള്ള സ്ഥലം. അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് ചോറും സാമ്പാറും മാത്രം മതിയെങ്കിൽ തന്നെ 60+ GST ആവും. കാരണം ഇത്രയും ചോറ് കഴിക്കാൻ എനിക്ക് 2 സാമ്പാർ വേണ്ടി വരും. എനിക്ക് നല്ല ശരാശരി എല്ലാവർക്കും അങ്ങനെയാവും. അപ്പോൾ ഇതൊരു സാധാരണക്കാരന്റെ റെസ്റ്റോറന്റ് ആണോ? ആവോ? മുമ്പേ പറഞ്ഞ പോലെ ബാക്കി കറികളൊക്കെ ക്വാണ്ടിറ്റി വൈസ് ഓക്കെയാണ്. ഈ പപ്പടത്തിന്റെ അച്ചാറിനൊന്നും നമ്മൾ ഇന്നേ വരെ വില കുറച്ച് കണ്ടത് വളരെ മോശമായി പോയിട്ടോ. ഇവിടെ വന്നപ്പോഴാണ് അവരെയും നമ്മൾ ബഹുമാനിക്കേണ്ട ആൾക്കാരായിരുന്നു എന്ന് തോന്നിയത്. രണ്ടാളെയും കൂടിയിട്ട് 12 രൂപയാണ് വില. ഈ ഊണ് അവസാനിപ്പിച്ചത് 20 രൂപയുടെ ഒരു പാൽപ്പായസം കൂടി കുടിച്ചിട്ടാട്ടോ. നല്ല ടേസ്റ്റുള്ള പാൽപ്പായസമായിരുന്നു, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. മൊത്തത്തില് വിലയിൽ ചില ഐറ്റംസിന്റെ ക്വാണ്ടിറ്റിയിലുള്ള പ്രശ്നം ഒഴിച്ചാല് ടേസ്റ്റ് വൈസും ക്വാളിറ്റി വൈസും മോശമില്ലാത്ത ഫുഡാണ് കേട്ടോ ഇവിടുത്തെ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഫുൾ വെജ് മീൽസ് ഇല്ലേ, അത് ചോറ്, സാമ്പാർ, അവിയൽ, ഉപ്പേരി, പുളിശ്ശേരി, പരിപ്പ് കറി, പൈനാപ്പിൾ കിച്ചടി, അച്ചാറ്, തൈര്, രസം, പായസം, കേസരി, കൊണ്ടാട്ടം എന്നീ ഐറ്റംസ് ആണ് എറണാകുളത്ത് തന്നെ ഒന്നിലധികം ഔട്ട്ലെറ്റ്സ് ഉള്ള ശ്രീ അഭിരാമിയിലെ ഈ യൂണിലുള്ളത്. ഈ മുഴുവൻ ഐറ്റംസ് ഹംഗ്രി മൃണാളിൽ നിന്ന് ഓർഡർ ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. പക്ഷേ ഈ മുഴുവൻ ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നില്ല. ചോറ് പ്ലസ് 13 ഐറ്റംസ് ആണ് ഇവിടെ കിട്ടിയത്. ബട്ട് ഹംഗ്രി മൃണാളിൽ ചോറ് പ്ലസ് 9 ഐറ്റംസ് വാങ്ങിയപ്പോൾ തന്നെ 167 രൂപയായി. പായസം ഇവിടത്തെ വെച്ച് നോക്കുമ്പോൾ നല്ല ക്വാണ്ടിറ്റി കൂടുതൽ മൃണാൾസ് റെസ്റ്റോറന്റിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മീൽസ് കമ്പാരിസന്റെ ഔട്ട്കം നോക്കുമ്പോൾ ടേസ്റ്റ് വൈസിൽ ഞാൻ രണ്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പക്ഷെ കുറച്ച് കുറവുകൾ രണ്ടിലും ഉണ്ടായി. ബട്ട് ഓവറോൾ രണ്ടും ഓക്കെ. ബട്ട് പ്രൈസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ 110 കഴിച്ച മീൽസിനെ തന്നെ ഞാൻ വോട്ട് കൊടുക്കുള്ളൂ. കാരണം എല്ലാ ഐറ്റംസ് ഇല്ലാഞ്ഞിട്ട് കൂടി 167 രൂപയായി ഹംഗ്രി മൃണാളില്. എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ 200 മേലെ ആയേനെ. പക്ഷെ പറയുമ്പോൾ പറയണല്ലോ, 2 ആൾ കൂടി 2 ചോറും ഈ കറികളെല്ലാം ഒരെണ്ണം വീതവും ഹംഗ്രി മൃണാളിന്ന് വാങ്ങുകയാണെങ്കിൽ സാമ്പാർ ഒഴികെ ബാക്കിയെല്ലാം 2 ആൾക്ക് തികയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു വേർത്തി കമ്പാരിസൺ ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഇതൊന്നും എല്ലാവരും എന്നും കഴിക്കുന്നതും അല്ല. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ചോറ്, ഒരു ഒഴിച്ചുകറി, ഒരു തോരൻ അല്ലെങ്കിൽ കൂട്ടുകറി, അച്ചാറ്, പപ്പടം, ഇത്ര തന്നെ വാങ്ങുമ്പോഴും ഇവിടെയും ഓവർ പ്രൈസ്ഡ് ആണ്. പിന്നെ ഈച്ചക്കഥ, ക്വാളിറ്റിയെക്കുറിച്ചും വൃത്തിയെക്കുറിച്ചും എപ്പോഴും സംസാരിക്കുന്ന മൃണാൾ ചേട്ടൻ ഈ ഈച്ചകളെ ഒന്ന് തുരത്താൻ എന്തേലും ചെയ്താൽ നന്നായിരുന്നു. ഈച്ച ശല്യം നല്ല രീതിയിൽ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ മൃണാൾ ചേട്ടൻ റെസ്റ്റോറന്റ് തുടങ്ങുമ്പോൾ ചോദിച്ചു കേട്ടിരുന്നു, നല്ല AC റെസ്റ്റോറന്റ്, നല്ല തിരക്കുള്ള സ്ഥലം, 125 രൂപയുടെ ബിരിയാണി വേറെ എവിടെയെങ്കിലും കിട്ടുമോന്ന്. ഉത്തരം കിട്ടും എന്ന് തന്നെയാണ്. ആ പറഞ്ഞ 125 രൂപയുടെ ബിരിയാണിക്ക് ഇപ്പോൾ 140 ആയപ്പോഴും ഈ കാണുന്ന കാക്കനാട് അളകാപുരിയില് AC ഡൈനില് ഈ പറഞ്ഞ ഹാഫ് ചിക്കൻ ദം ബിരിയാണിക്ക് 120 രൂപയെ വരുന്നുള്ളൂ. 140 രൂപയ്ക്ക് ഹംഗ്രി മൃണാളിൽ കിട്ടുന്നത് ഒരു പീസുള്ള ഹാഫ് ചിക്കൻ ബിരിയാണി തന്നെയാണ്. ഞാൻ മുമ്പ് ഹംഗ്രി മൃണാളിൽ നിന്ന് ചിക്കൻ ബിരിയാണി കഴിച്ചപ്പോൾ ടേസ്റ്റ് വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. അളകാപുരിയിലെ ബിരിയാണിയും സെയിം പോലെ തന്നെയായിരുന്നു. നല്ല ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ഉള്ളതാണ്. പക്ഷെ വിലയോ 120 രൂപയാണ് കേട്ടോ. പിന്നെ എടപ്പള്ളി ഔട്ട്ലെറ്റിലോട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ, ഇവിടെ ബൈക്ക് പാർക്കിംഗ് മാത്രമേ ഉള്ളൂ, കാർ പാർക്കിംഗ് ഫെസിലിറ്റി ഇല്ല.
കാർ കൊണ്ട് വരുന്നവര് ഇവിടെ വരുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കാരണം എടപ്പള്ളി സിഗ്നലിന്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ്. അതുകൊണ്ട് തന്നെ നല്ല ട്രാഫിക് ഉള്ള ഏരിയ ആണ്. അപ്പൊ ദൂരെ എവിടെയെങ്കിലും നിങ്ങൾ കാർ പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നടന്നു വരേണ്ടി വരും. ആക്ച്വലി വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഹംഗ്രി മൃണാളിൻ്റെത്. ഇപ്പൊ ആളുകൾ ചൂണ്ടിക്കാണിക്കുന്ന കുറെ പ്രശ്നങ്ങൾ പരിഹരിച്ച വേറെ ലെവൽ റെസ്റ്റോറന്റ് ആയിരിക്കും ഇത്. എന്തായാലും പോവാത്തവരും കൂടി പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളും കൂടി കമന്റ് ചെയ്യൂട്ടോ.